ചിലർ ചോദിക്കും ഏതാ ഇസ്ലാമിനെയാണ് ശരിയെന്ന് എങ്ങനെ ഉറപ്പിക്കുക എന്നൊക്കെ. വളരെ ലളിതമാണ്. ആത്യന്തികമായി സർവശക്തനായ ഒരു ഇലാഹുണ്ട് എന്നും ആ ഇലാഹ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നും അഥവാ മനുഷ്യനായിട്ട് ആ ഇലാഹ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നും, അല്ലാതെ ഓൻ്റെ വഴിക്കും സൃഷ്ടിച്ചുകാണ്ട് പിന്നെ തിരിഞ്ഞു നോക്കാതെ മനുഷ്യരെ വഴിക്കുമാണ് എന്ന് വിശ്വസിക്കുന്നവരല്ലാത്ത ഒരു സ്രഷ്ടാവുണ്ട്, അവന് ചില ക്രമങ്ങളുണ്ട്, അവൻ ഇതെല്ലാം ഒരു ലക്ഷ്യാധിഷ്ഠിതമായി സൃഷ്ടിച്ചതാണ് എന്നൊക്കെ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെടുന്ന ഏതൊരു മനുഷ്യൻ്റെ മുമ്പിലും അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന് നമ്മളോട് വല്ലതും പറയാനുണ്ടോ എന്ന് പറയാനുണ്ടാവില്ലേ എന്ന് ആലോചിക്കുന്ന ഒരാളെ മുമ്പിലേക്ക് ഞാൻ ദൈവത്തിൻ്റെ സന്ദേശം ലഭിച്ച ആളാണ്, അതിന് ഇന്നാലിൻ്റെ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ പരിശോധിച്ചോളൂ, ഇത് ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ്, ഇതിൽ മറ്റൊന്നുമില്ല, ദൈവത്തിൻ്റേത് മാത്രമേ ഉള്ളൂ എന്ന് വാദിക്കുന്ന മറ്റൊരു ഗ്രന്ഥവും പ്രവാചകനും ഇന്ന് ലോകത്ത് ഇല്ല. ഉണ്ടെങ്കിലല്ലേ പിന്നെ നമ്മൾ ബാക്കി ഓരെ പറ്റി ചർച്ച ചെയ്യേണ്ടിയുള്ളൂ. അപ്പം നിലവിലിപ്പോൾ ലോകത്ത് നമുക്ക് കാരണം മതങ്ങളെടുത്ത് നോക്കാം. ഒന്ന്, മതമല്ലെങ്കിലും ഒരു ജീവിത രീതി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രത്യയശാസ്ത്രം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസം, മാർക്സിസമൊക്കെ അവരെന്തായാലും ദൈവികമെന്ന് വാദം ഉന്നയിക്കണില്ല. പിന്നെ പോലെ ദൈവികമാണോ അല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് അങ്ങനെ അഭിപ്രായം തന്നെ ഇല്ല. അപ്പോൾ അത് ദൈവികമാണോ ഉള്ള ചർച്ച ഇല്ല, അത് ഓരെന്നെ ആ ചർച്ചയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനെ വിടാം. പിന്നെ സമാനമായ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ആയിപ്പെട്ടതിനാണ് ഓരോ ആരും ഇത് ദൈവികമെന്ന് വാദിക്കുന്നില്ല. ഇനി മതങ്ങളിലേക്ക് വന്നാൽ ബുദ്ധമതം, ജൈനമതമൊക്കെ അവർക്ക് ദൈവമില്ലാത്ത മതങ്ങളാണ് ബുദ്ധമതവും ജൈനമതമൊക്കെ. ബുദ്ധൻ ദൈവത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ആളുകൾ ബുദ്ധനെ പിടിച്ച് ദൈവമാക്കി. അത് ശരിക്കും നാസ്തിക മതങ്ങളാണ്. അപ്പോൾ ബുദ്ധൻ്റെ ആൾക്കാരോ ദൈവത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. എന്നാലല്ലേ പിന്നെ ദൈവം തന്നാന്ന് പറഞ്ഞെങ്കിൽ ആദ്യം ദൈവത്തെക്കുറിച്ച് പറയണ്ടേ, ദൈവത്തെക്കുറിച്ച് തന്നെ പറഞ്ഞില്ല. മൂപ്പരിങ്ങനെ മനുഷ്യന്മാരുടെ ടെൻഷനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടന്ന് ആളുകളൊക്കെ ഇങ്ങനെ വിഷമിച്ച് ആളുകളുടെ പ്രയാസമൊക്കെ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ നടന്ന് കുറേ ആലോചിച്ച് അയാൾക്കൊരു ബോധോദയം ഉണ്ടായി. ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖത്തിനും കാരണം. അപ്പോൾ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചാൽ ദുഃഖങ്ങളൊക്കെ കുറയുന്നു മൂപ്പർക്ക് മനസ്സിലായി. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിത രീതി, ഒരു തരം സന്യാസ മതമാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ വലിയ വാദമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഹിന്ദുമതം, അത് മതം തന്നെ അല്ല എന്നാണ് അവരെന്നെ പലപ്പോഴും പറയാം, അതൊരു സംസ്കാരമെന്നാണ് പറയുക. ഇനി മതമാണെന്ന് പറഞ്ഞവരെന്നെ ഇത് ദൈവികമാണ്, ഞങ്ങളുടെ വേദങ്ങളൊക്കെ ദൈവം തന്നതാണ്, ഞങ്ങളുടെ ഈ ആശയങ്ങളും ജീവിത രീതിയൊക്കെ ദൈവം തന്നാണെന്ന് അവരെന്നെ മൊത്തത്തിൽ വാദിക്കുന്നില്ല. പിന്നെ അവരുടേത് ഒരുപാട് സാധനങ്ങളും അഭിപ്രായങ്ങളും ഉള്ളതുകൊണ്ട് ഇതിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുണ്ടാവാം എന്നല്ലാതെ മൊത്തത്തിൽ ദൈവം തന്നൊരു സംഭവമാണ്. അവരെ ദൈവത്തെ പോലെ അങ്ങോട്ട് തിരഞ്ഞെടുക്കലാണ്. അവർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്, അവനാൻ ഇഷ്ടപ്പെട്ട ദൈവത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ദൈവം ഇങ്ങോട്ട് തിരഞ്ഞെടുക്കൽ അല്ല, അവരത് ഇഷ്ടമുള്ള ദൈവത്തെ അങ്ങോട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതും കൂടിയാണ് പലപ്പോഴും അതിൻ്റെ ഒരു രീതി. അപ്പോൾ പറഞ്ഞു വന്നത്, അവരങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നില്ല. ഉണ്ടെങ്കിലല്ലേ പിന്നെ അതൊരു ദൈവിക മതമാണോ, അതിലുള്ള വേദങ്ങളൊക്കെ ദൈവത്തിൻ്റേതാണോ അല്ലേ എന്ന ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. പിന്നെ നമ്മളെ അറിവിലുള്ളതിൽ ബാക്കിയിരിക്കുന്നത് 3 സെമിറ്റിക് മതങ്ങളാണ്, അഥവാ യഹൂദ മതവും ക്രിസ്തു മതവും ഇസ്ലാമും. ഇത് 3ആണ് ഏകനായൊരു ദൈവമുണ്ട് എന്നും, ക്രിസ്ത്യാനികളും ചില സ്ഥലത്ത് ഏകം എന്ന് പറയുമല്ലോ, ഏകത്വമാണല്ലോ, അപ്പോൾ ത്രിയോട് കൂടുള്ളൊരു ഏകം ഓരും പറയുന്നുണ്ട്. അപ്പോൾ ഏകനായൊരു ദൈവമുണ്ട് എന്നും ആ ദൈവം മനുഷ്യരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നും, മനുഷ്യരെ സൃഷ്ടിച്ചതിന് ആ ദൈവത്തിന് ചില താല്പര്യങ്ങളുണ്ട് എന്നും, ആ താല്പര്യങ്ങൾ അവൻ നമ്മളെ അറിയിക്കുന്നുണ്ട് എന്നും, ആ അറിയിച്ചതനുസരിച്ച് ജീവിക്കാൻ മനുഷ്യന് സന്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നും, ആ സന്ദേശങ്ങളാണ് ഇത് എന്നും വാദിക്കുന്ന 3 മതങ്ങളെ നമ്മളെ അറിവിൽ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഉപവിഭാഗങ്ങളായി മതമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ പിന്നെ ഒരു ഉപവിഭാഗം എന്നോ പറയാൻ പറ്റുന്ന രീതിയിൽ പിരിഞ്ഞു പോയ ചില വിഭാഗങ്ങളൊക്കെ കാണാം. അറബ് ലോകത്തൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ടീംസൊക്കെ ഉണ്ടാവും. നമ്മൾ മുസ്ലിം അല്ല എന്നും പറയും, ഓല് മുസ്ലിം ആണെന്നും പറയുന്ന കാദ്യാനികളെ പോലെ, അതുപോലെ ലെബനനിലെ ഡ്രൂസുകളെ പോലെ അങ്ങനെയുള്ള കുറേ ടീംസൊക്കെ ഉണ്ട്.
അപ്പോൾ മൊത്തത്തിൽ 3 വിഭാഗങ്ങളെ അങ്ങനെ ഒരു വാദം ഉന്നയിക്കുള്ളൂ. അഥവാ 3 വേദങ്ങളെ ഇവിടെ ദൈവികമാണ് എന്ന വാദം തന്നെ ഉന്നയിക്കുന്നുള്ളൂ. ഇനി അങ്ങനെ ഉന്നയിക്കുന്ന വേദങ്ങളിൽ യഹൂദരുടെ വേദവും ക്രൈസ്തവരുടെ വേദവും അടങ്ങിയതാണല്ലോ ക്രിസ്ത്യാനികൾ കൊണ്ടെടുക്കുന്ന ബൈബിൾ എന്ന് പറഞ്ഞു. അത് മൊത്തം ദൈവികമാണ് എന്ന് അവരഭിപ്രായപ്പെടുന്നില്ല. അതിൽ ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഇറക്കി കൊടുത്തത് എന്ന് അവർ തന്നെ പറയുന്നത് അതിൽ വളരെ ബാഴ്തേ ഉള്ളൂ, വളരെ ശുഷ്കമേ ഉള്ളൂ. അത് മൊത്തം ഇഞ്ചിയിലൊന്നുമല്ല. അവർ തന്നെ അങ്ങനെ വാദിക്കുന്നില്ല. ബൈബിൾ എന്ന് പറയുന്നത് കുറേ സാധനങ്ങളുടെ ഒരു സമാഹാരമാണ്. ഈസാ നബി അലൈഹി സ്വലാമിന് ഇറക്കി കൊടുത്തത് എന്ന് പറയപ്പെടുന്നത് മുതൽ, ഈസാ നബിൻ്റെ ഹദീസുകൾ എന്ന് പറയാവുന്ന അവിടുത്തെ അധ്യാപനങ്ങൾ മുതൽ, അന്നത്തെ ചരിത്രങ്ങൾ മുതൽ, ശിഷ്യന്മാരെ എഴുത്തുകളും കഥകളും മുതൽ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കൂട്ടിവെച്ചൊരു സാധനമാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ദൈവിക എന്ന് അവർക്ക് തന്നെ അഭിപ്രായമില്ല, അവർ പറയുന്നില്ല. അതിനകത്ത് നിന്ന് യേശു നേരിട്ട് പഠിപ്പിച്ചത് അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിനോട് നിർദ്ദേശിക്കപ്പെട്ടത് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളെ ദൈവികമാണ് എന്ന് തന്നെ അവർ വാദിക്കുന്നുള്ളൂ. പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടുള്ളൂ, അത് ദൈവികമാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ദൈവികമാണ് എന്ന വാദം ഉന്നയിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം പൂർണ്ണമായി ഇതിലെ ഒരു ഹർഫ് പോലും മാനുഷികമില്ല, 100% ഇത് മുഴുവൻ ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരേ ഒരു ഗ്രന്ഥമേ നിലവിൽ ലോകത്തുള്ളൂ.